ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫാഷൻ കഫേ ബൈ പുളിമൂട്ടിൽ സിൽക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പ്രീമിയം കുർത്തീസ് ആൻഡ് ബോട്ടം വെയർസ് ആണ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ അല്ല, അവിടെ വയോ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രീമിയം ബ്രാൻഡ് കുർത്തീസ് ആൻഡ് ബോട്ടം വെയർസ് ഒരുക്കിയിട്ടുള്ളത്. ഒറേലിയ ആൻഡ് ഡബ്ല്യു എന്നുള്ള രണ്ട് ബ്രാൻഡാണ്. സോ ഈ രണ്ട് ബ്രാൻഡ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നത് സിനി ചേച്ചിയും, അതേപോലെ ചേച്ചിയുടെ പേര് പിന്നെ ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ടായിരുന്നു, സത്യഭാമേ സത്യഭാമേ. സത്യഭാമ ചേച്ചിയും കൂടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് തരുന്നത്. റെഡി ചേച്ചി? ആ പറയൂ. അയ്യോ ചേച്ചി ചിരിച്ചു നിൽക്കാം. ചേച്ചി എന്തൊക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി? ഇതിൽ ഫയർ വരുന്നുണ്ട്, സീറ്റുള്ള ടൈപ്പ്. കുറച്ചുകൂടി സൗണ്ട്. 1399 സ്റ്റാർട്ടിങ് വരുന്നത്. 1399. അത്യാവശ്യം റേഞ്ചുള്ള ഒരു ബ്രാൻഡ് ആണല്ലേ ഒറേലിയുടെ അല്ലേ? ശരി. പക്ഷെ കൂടുതലും ഇംഗ്ലീഷ് കളേഴ്സ് ആണല്ലേ വരുന്നത്. ഒരുപാട് അങ്ങനെ ഭയങ്കര ജാറിങ് ആയിട്ടുള്ള കളറൊന്നും അല്ല, കുറച്ച് ഇംഗ്ലീഷ് കളേഴ്സ്, ലൈറ്റ് ടോണിൽ പോകുന്ന കളേഴ്സ് ആണ്. സത്യഭാമ എന്നുള്ള പേര് ഭയങ്കര ഹെവിയാണ്, ഭയങ്കര സോഫ്റ്റ് ആവല്ലേ? കുറച്ചുകൂടെ സൗണ്ട്. പിന്നെ അതിൽ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ മെറ്റീരിയൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെ മെറ്റീരിയൽസാ ഒറേലിയയിൽ വരുന്നത്? കോട്ടൺ വരുന്നുണ്ട്. ഏതൊക്കെ വരുന്നത്? ലിനൻ വരുന്നുണ്ട്, കോട്ടൺ വരുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള കുറച്ച് ചെറിയ സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. പാറ്റേൺ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ടൈപ്പ്. പിന്നെ അതിൽ തന്നെ ഫയർ വരുന്നതിൻ്റെ അതിൽ. ഓക്കെ. ഇത് ഓപ്പൺ ഉള്ളതാണോ? ഇതിന് ഓപ്പൺ ഉണ്ട്. കോളർ വരുന്ന പാറ്റേൺസിൽ ഓപ്പൺ വരുന്നുണ്ട്. ആൻഡ് ഇതൊരു വീനെക്ക് ആണ്, പക്ഷെ ഓപ്പൺ ഇല്ലാതെ ഫ്ലെയർ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ആൻഡ് ഇതിന്റെ മെറ്റീരിയലിന്റെ പേരെന്താ ചേച്ചി? ഇതാണ് ലിനൻ. ഓക്കെ, ലിനൻ കോട്ടൺ. ഓക്കെ. കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ്. ഇത് ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു സൽവാർ. ഇതാണ് കുർത്തിയാണ്. സിമ്പിൾ ആയിട്ടല്ലേ, നല്ല രസമുള്ള ഇതൊക്കെ ഇട്ട് നല്ലൊരു ബ്ലാക്ക് ലഗീനൊക്കെ ഇട്ട് ഒരു സ്പെക്സ് ഒക്കെ ഇട്ട കിടിലനായിരിക്കും അല്ലേ? പിന്നെ ഡബ്ല്യു ബ്രാൻഡ്. അപ്പം നമ്മൾ ഒറേലിയുടെ ഇത് കണ്ടു, ഇനി നമുക്ക് ഡബ്ല്യു ബ്രാൻഡിൽ നോക്കാം. ഷോർട്ടായിട്ടുള്ളതുണ്ട്, ലോങ് ഉണ്ട്, ഫയർ ഉണ്ട്. ഇത് ഷോർട്ട് ആയിട്ടുള്ള, നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് ഷോർട്ട് ലെങ്ത്തിലുള്ള കുർത്തിയാണ്. ജീൻസിൻ്റെ ഒപ്പം ഒക്കെ ഇടാം, സ്കേർട്ടിൻ്റെ കൂടെ ഇടാം അല്ലേ? ഇതും ഷോർട്ട് തന്നെ. ഇതും ഷോർട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ബ്രൈറ്റ് കളറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് വരുന്നത്. ഇതും മിനി ടോപ്പാണോ? അല്ല, ഇത് ലോങ്. ഇത് ലെങ്തി ടോപ്പാണ്. മെറ്റീരിയൽ ലെങ്തി ടോപ്പാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, നല്ല രസമുണ്ട്. ആൻഡ് ഇത് നല്ല തണുപ്പ്. ഇതിൻ്റെ AC-യുടെ അല്ല, ഈ ഒരു മെറ്റീരിയലിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇതാകുമ്പോൾ ഒരു 1500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1500 തൊട്ടാണ് ഡബ്ല്യു എന്നുള്ള ബ്രാൻഡിലുള്ള കുർത്തീസ് വരുന്നത്. ആൻഡ് ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, ലെങ്തി ടോപ്സ് ഉണ്ട്. ഇതിൽ ഈ ഡബ്ല്യു എന്നുള്ള ബ്രാൻഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള, നല്ല ഫ്ലോറൽ ആയിട്ടുള്ള പ്രിൻസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നല്ല കളർഫുൾ ടോപ്സ് ഒക്കെ ഉണ്ട്. ഇത് ചൈനീസ് കോളറിൽ വരുന്നതാണ്. ചൈനീസ് കോളറിൽ വരുന്നുണ്ട്, കോളറിൽ വരുന്നുണ്ട്, ആൻഡ് വീനെക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേരിയേഷൻസ് ഡബ്ല്യൂയിലും അതുപോലെ ഒറേലിയയിലുണ്ട്. എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സൊക്കെ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ടോ, അതോ പുളിമൂട്ടിലെ കളക്ഷനിൽ നിൽക്കുകയാണോ? രണ്ടും കുഴപ്പമില്ല. ഇത് മൂവിങ് ആവുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ. ഇപ്പോൾ 2 ബ്രാൻഡ്സ് ആണുള്ളത് അല്ലേ? ഓക്കെ, ഡൺ. നമുക്ക് വേറെ കളക്ഷൻ നോക്കാം. നെക്കിൽ ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നത്. ഓക്കെ. നെക്കിൽ വർക്ക് വരുന്നത് തന്നെ പാറ്റേൺ കുറച്ചും കൂടി ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. ഓക്കെ. ഇത് ശരിക്കും ഓപ്പണബിൾ ആണോ? അല്ല, സ്റ്റിച്ച്ഡ് ആണ്. പക്ഷെ നല്ല ലേസ് ഒക്കെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതിൽ തന്നെ ഈ ടൈപ്പ് വരും.
നല്ല രസമുണ്ട്. ഇതിന് സ്ലിറ്റ് ഇല്ല, ഫ്ലെയർ ആയിട്ടാണ് വരിക. സിമ്പിളായിട്ട് യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ പുറത്ത് ഔട്ടിംഗ് ഒക്കെ പോകണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുർത്തിയായിട്ടും യൂസ് ചെയ്യാം. ഇല്ല അടിയിലൊരു ഷോർട്ട്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു മിനി ഉടുപ്പ് പോലെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു നല്ലൊരു വൈറ്റ് ഷൂസൊക്കെ ഇട്ടു എന്ന് വെച്ചാൽ ആ രീതിക്ക് നല്ല രീതിയിൽ ഒരു പോണി ടൈലും ഒരു ഷൂസൊക്കെ ഇട്ടു ഒരു വാച്ചൊക്കെ ഇട്ടു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റും. നല്ലതാ, നല്ല രസമുണ്ട്. ആൻഡ് ഇത് ഇപ്പുറത്ത് തന്നെ വേറെ ഒരു വൈറ്റിൽ വരുന്ന ഒരു ഫ്ലോറലിൻ്റെ വരുന്നുണ്ട്. ആൻഡ് അതിൽ ചൈനീസ് കോളറാണ്. ഇതിൽ ഒരു ഈ നെക്കിന് എന്താ ചേച്ചി പേര്? ഇത് സാധാ റൗണ്ട് നെക്ക്. ഓക്കെ, ബോട്ട് നെക്ക് അല്ലേ? ബോട്ട് നെക്കിൽ ചെറിയൊരു ഓപ്പണിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട്. ഓ, അതിൽ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഞാനിവിടെ വെച്ചോട്ടെ. ഓക്കെ, സി ഇത് നോക്കുമ്പോൾ ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വേരിയേഷൻ ഉണ്ട്. കാരണം ഇത് കണ്ടോ, ഈ സ്ലീവ് എല്ലാം ഡിഫറൻസ് ഉണ്ട്. സൈഡിൽ എലാസ്റ്റിക് ഉണ്ട്. ആൻഡ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ ഇതിൽ എന്ത് ഡിഫറൻസ് ഉള്ളത്? അയ്യോ, ഇത് രണ്ട് സെയിം തന്നെയാട്ടോ. ഇത് രണ്ട് സെയിം തന്നെയാണ്. എന്നെ ചേച്ചി പറ്റിച്ചതാ. ഞാൻ എത്ര നേരം പറഞ്ഞപ്പം കമ്മാന്നൊരു അക്ഷരം മിണ്ടിയില്ല. ഓക്കെ, നമുക്ക് വേറെ ഇത് കണ്ടോ, ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് കളേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സും. നമ്മൾ ഇത്ര നേരം പ്രീമിയം കുർത്തീസ് നോക്കി. ഇനി അതുപോലെ പ്രീമിയം ബ്രാൻഡിൻ്റെ ബോട്ടം വെയർസ് നോക്കാം. ഓക്കെ, അത് ഡബ്ല്യൂടെ ആണ്. സ്ട്രൈറ്റ് പാൻ്റാണ് വരുന്നത്, ചെറിയ വർക്ക് വരുന്നുണ്ട്. ഈ പാൻറ്റിൻ്റെ പേരാണോ? പെൻസിൽ പാൻറ്. ഓക്കെ, പെൻസിൽ പാൻറ്. പിന്നെന്താ? സ്റ്റൈൽ പാൻറ്. സ്റ്റൈൽ പാൻറ്. സ്റ്റൈൽ പാൻറ്. സ്റ്റൈൽ പാൻറ്. സ്ട്രൈറ്റ് പാൻറ്റോ? ഓക്കെ, ഞാൻ ഇത്ര നേരം കേട്ട സ്റ്റൈൽ പാൻറ്. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈലുള്ള പാൻറ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, ഇത് സ്ട്രെയിറ്റ് പാൻറ് ആണ്. ഇതിൻ്റെ താഴെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റും അല്ലേ? ഓ, അത് അപ്പോഴേക്കും ബ്രാൻഡ് മാറിപ്പോയി. ഇത് ഡബ്ല്യു ഒറേലിയ. പക്ഷെ സാറില്ല, രണ്ട് ക്ലബ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം. ആണല്ലേ? നമുക്കുണ്ടോ, കളക്ഷൻ ഉണ്ടോ ഇവിടെ? യെസ്. അപ്പുറത്തെ സെക്ഷനിലാണോ? അല്ല, ഇവിടെ ഉണ്ട്. പക്ഷേ ഓക്കെ, ഇത് കുറച്ചുകൂടെ നാരോ ആണ്. ആൻഡ് ഇതിൽ താഴെ പ്രിന്റ് ഇല്ല. അയ്യോ, നമ്മളൊരു ബ്രാൻഡിനെ ഡിഗ്രേഡ് ഇല്ല, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ രണ്ട് ബ്രാൻഡിൻ്റെയും ബോട്ടം വെയർസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ ബോട്ടം വെയർസ് കാണിക്കാൻ നിന്നെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് അതിനു വേണ്ടി വേണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ബ്രാൻഡാണെന്ന് മാത്രം. പക്ഷേ ഇതല്ലാതെ പുളിമൂട്ടിൽ സിൽക്സിൻ്റെതായ ഒരുപാട് ബോട്ടം വെയർസ് ഉണ്ട്. അത് നമ്മൾ വേറൊരു എപ്പിസോഡ് കാണിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയൊരു എപ്പിസോഡിൽ നമ്മൾ അടുത്ത കളക്ഷൻസ് ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ടാറ്റാ ബൈ ബൈ ഫ്രം റെനീഷ.